SMLP സ്കൂളിലെ 60ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും മാർച്ച് 1-ാം തീയതി ശനിയാഴ്ച ഗേവീശ്വരം ഓഡിറ്റോറിയത്തിൽ വെച്ച് സമുചിതമായി ആഘോഷിച്ചു. ചടങ്ങിൽ സീനിയർ ടീച്ചർ ഹുസ്ന ബീഗം സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് അരുൺ ജോഷി അധ്യക്ഷത വഹിച്ചു. VV സഭ പ്രസിഡന്റ് KK പരമേശ്വരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ മുഖ്യപ്രഭാഷണം നടത്തി. SSLC വിജയികളെ VV സഭാ സെക്രട്ടറി ഷെല്ലി സുകുമാരൻ അനുമോദിച്ചു. ജില്ലാ ഉപജില്ല ശാസ്ത്ര കലാകായിക മേഖലയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം ജില്ലാ ഉപജില്ല ശാസ്ത്ര കലാകായിക മേഖലയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം അഡ്വക്കേറ്റ് നിതിൻ കുമാർ നിർവഹിച്ചു. കുട്ടികളുടെ സർഗാത്മക സൃഷ്ടികളുടെ പ്രകാശനം VV സഭ ട്രഷറർ റെജി ഓടാശ്ശേരി നിർവഹിച്ചു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AN ഉണ്ണികൃഷ്ണൻ, രാധിക സതീഷ്, മാതൃകാ സംഗമം പ്രസിഡന്റ് സിനി ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. പ്രധാനാധ്യാപിക PR അനൂപ റിപ്പോർട്ട് അവതരണം നടത്തി. എൻറോൾമെന്റ് വിതരണവും കൃതജ്ഞതയും സ്കൂൾ ലീഡർ തൻവിക മണ്ണാളി നിർവഹിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. പത്രം നമുക്കായി ചേട്ടൻ അത് സ്പോൺസർ ചെയ്ത അഡ്വൻ ചേട്ടനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ വേദിയിലേക്ക് ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ SMLP സ്കൂളിലെ 60ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. വളരെ ഭംഗിയായി ആഘോഷിക്കാൻ കഴിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ സ്കൂളിനെ പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം വളരെ നല്ല രീതിയിലാണ് പ്രവർത്തി വരുന്നത്. നമ്മുടെ ഉപജില്ല കലോത്സവത്തിലും ശാസ്ത്രമേളയിലും ഗണിതമേളയിലും കലാമേളയിലെല്ലാം നമുക്ക് ഒന്നാമത് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നീട് എല്ലാ ടീച്ചർമാരെയും സപ്പോർട്ട് ചെയ്യുന്ന PTA അതുപോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മാനേജറാണ്. നമ്മളെന്ത് കാര്യം പറഞ്ഞാലും ഉടനെ തന്നെ അതൊരു തിരിച്ചൊന്നും പറയാതെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ നല്ലൊരു മാനേജ്മെന്റിനെ നമുക്ക് ഈ പ്രാവശ്യം കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം പ്രിയ വിദ്യാർത്ഥികളെ UP സ്കൂളിൻ്റെ 60ാം വാർഷികമാണ് നടക്കുന്നത്. 2000 ഞാനൊരു സഭാപ്രസിഡന്റായിരുന്നു. അന്ന് അവിടെ കെട്ടിടമായിരുന്നു. ആ കെട്ടിടം അതിനുശേഷം ആരും ചെയ്തില്ല. ഇപ്പോഴും വളരെ നല്ല നിലയിൽ നിന്നത് കുറിക്കപ്പെടുകയും കുട്ടികൾക്ക് കൂടുതലാതെ പഠിക്കാനുള്ളതാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അധ്യാപകർക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിട്ടുണ്ട്. അത് സഭയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അതിലിപ്പോൾ പല കാര്യങ്ങൾ ചെയ്തു തീർച്ചയാണ്. കൊണ്ടാടാൻ സാധിക്കുകയും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രഖ്യാപിച്ചുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. പ്രിയ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ജനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിപ്പിച്ച നിങ്ങളുടെ അധ്യാപകരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നിങ്ങൾ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ജീവിതത്തിൽ എന്നും നമ്മൾ ഉണ്ടാകണം എന്നുള്ള
ശ്രീമാൻ നമ്മുടെ പരിപാടി ആസ്വദിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ കുട്ടികളുടെ സാധാരണ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ വേണ്ട സമസ്യ നമ്മളുടെ സൃഷ്ടിക്കുകയും അത് അവതരിപ്പിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ കൂടുതലായി സംസാരിച്ച് നമ്മളുടെ സമയമായ നമ്മുടെ കുട്ടികൾ നമുക്കറിയാം അവരിങ്ങനെ പൂർണ്ണമായിട്ടേ പോലെ ഈ കുടുംബത്തിൽ ഇങ്ങനെ അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പരിപാടികൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെ ഞാൻ വഴിമാറുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ മക്കളോട് മുന്നിൽ കാര്യങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൈവരിച്ച് എല്ലാവരും കൈവരിച്ച് ഒന്നും കൈവരിച്ച് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ വീട്ടുകാർക്കും ഉപകാരികളെല്ലാം ഓരോ പരിപാടികളും നമ്മുടെ ഉപജില്ലാതലത്തിലുള്ള പരിപാടികൾ അവതരിപ്പിച്ച് വളരെ മികവുറ്റ പ്രകടനങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി സമ്മാനങ്ങൾ നൽകുമ്പോൾ തീർച്ചയായും നമ്മൾ ഓരോ കൂട്ടുകാരും അവർക്ക് വേണ്ടി കൈവരിക്കണം. ഒരു ഹൈടെക് യുഗമാണ്. ഈ ഹൈടെക് യുഗത്തിൽ നമ്മുടെ സ്കൂൾ ഒരു ഹൈടെക് സ്കൂളാക്കി മാറ്റേണ്ടതാണ്. അതായത് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ ഒരു ഉന്നത നിലവാരമുള്ള വിദ്യാലയമാക്കി വളർത്തിയെടുക്കേണ്ടതും ഭാവി അല്ലെങ്കിൽ അടുത്ത് തന്നെ ഒരു ഹൈടെക് സ്കൂളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം 2002 കാലഘട്ടത്തിൽ കെ പരമേശ്വരന്റെ കമ്മിറ്റി വന്ന സ്ഥാനത്താണ് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലമായി അവിടെ ഒരു നേഴ്സറി സ്കൂൾ പണിത് നമ്മുടെ കാലാകാലത്തായി ഈ അടുത്ത് ഡിവിഷൻ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയം ആ ഡിവിഷൻ ഫണ്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടി പണിത് കുട്ടികളെ പ്രവേശിപ്പിച്ചത്. അത് ഇനിയും നിലനിർത്തിക്കൊണ്ടുപോകും. അതിനുവേണ്ടിയുള്ള എല്ലാവർക്കും നമസ്കാരം.
കുട്ടികളടക്കം രക്ഷിതാക്കളും അതുപോലെ ടീച്ചേഴ്സ് എല്ലാവരും നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം കൂടുന്ന ഒരു പരിപാടിയാണ് വാർഷികം. നമ്മളൊരു വർഷത്തെ പഠനരീതിയെക്കുറിച്ചും അതുപോലെ പഠനത്തിൻ്റെ ഉന്നത വിജയത്തെക്കുറിച്ചും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് അത് നൽകുന്ന സമ്മാനങ്ങളും അതുപോലെ പ്രോത്സാഹനങ്ങളൊക്കെ ഈ വേദിയിൽ വെച്ചാണ് നമ്മളത് കൊടുക്കുവാനും അതുപോലെ അതിൻ്റെ അഭിനന്ദനങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാണ് വാർഷികം. നമ്മുടെ PTA കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് അതിൻ്റെ പ്രസിഡന്റ് ശ്രീ അരുൺ ജോഷി, അതുപോലെ പ്രധാന അധ്യാപകർ എല്ലാവർക്കും ആദ്യമേ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. കൂടാതെ ഇന്ന് ഇവിടെ കുരുന്നുകളുടെ കലാപരിപാടികൾ കാണാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഒരു ചെറിയ സമ്മാനം നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ വകയുണ്ട്. അതിന് നിങ്ങളും ചെറിയൊരു മത്സരത്തിൽ പങ്കാളികളാകണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് നവമാധ്യമങ്ങളുടെ കാലഘട്ടമാണ് അല്ലേ? നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ നവമാധ്യമങ്ങളായ വാട്സപ്പ്, അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഇന്ന് നിങ്ങൾ ഇന്ന് ഈ പരിപാടി വീക്ഷിക്കുന്ന ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ സമ്മാനം വാങ്ങിക്കുന്ന ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ കലാപരിപാടി അവതരിപ്പിക്കുന്ന ഫോട്ടോ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ FBയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന 5 പേർക്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ചെറിയ സമ്മാനമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ റീച്ചിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് PTA പ്രസിഡന്റിനെ എത്തിക്കുക. അത് നമ്മുടെ മാനേജ്മെൻറ്റ് അടുത്ത ഒരു പരിപാടിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്മാനം നൽകുന്നതായിരിക്കും. താങ്ക് യു. ഞാൻ